ഹായ്. ഹായ്. എന്താ കുട്ടിയുടെ പേര്? കാതറിൻ. ഓ, ഞാൻ ലാലി. ഓക്കെ. എപ്പോഴും ഇവിടെയാണോ വരാറ്? നാട്ടിലുള്ളപ്പോൾ. ഓ, നൈസ്. എന്ത് പറ്റി കാതറിൻ? കാറ് പാർക്ക് ചെയ്തതിന്റെ ബാക്കിൽ വേറൊരു കാറിട്ട് ബ്ലോക്കായി. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കാണാം. ഓക്കെ. അല്ലെങ്കിൽ കാതറിൻ കയറിക്കോളൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേച്ചി, ഞാനൊരു ടാക്സി വിളിച്ചോളാം. അല്ലെങ്കിൽ വേറെ കാർ അയക്കാൻ പറയും. അതിനൊക്കെ ഇനി കുറെ നേരം എടുക്കില്ലേ? കുട്ടി കയറിക്കോളൂ, വീൽ ഡ്രോപ്പ് ചെയ്യൂ. എന്റെ ബ്രദറാ. ഓ ഹായ്, ജോമോൻ. ഹായ്, ഐ എം കാതറിൻ. അയ്യോ, ഞാൻ മോക്ക് ബേബി ഫുഡ് വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്നെ ഷാബാമോളിന്റെ അവിടെ ഒന്ന് വിട്ടേക്കോ. എന്നിട്ട് നീ കൊച്ചിനെ വിട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്താൽ മതി. ശരി ചേച്ചി. മോൾ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ. വെറുതെ ജോമോനെ ഡ്രൈവറാക്കി കംപ്ലൈന്റ് വേണ്ടല്ലോ. ഓക്കെ. ശരി, ബൈ. ബൈ ബൈ. What's up? ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. പള്ളിയിൽ വെച്ചല്ലേ? ശ്രദ്ധിച്ചൊന്നും ഷുവറില്ലാത്തോണ്ടാ ഞാനൊന്നും പറയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല, MBA കഴിഞ്ഞു ഇരിക്കുന്നു. What about you? ഞങ്ങളുടെ ഫാമിലിയും ബിസിനസ്സിലാണ്. ഞാനിതുവരെ ഇൻവോൾവ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പോക്കറ്റ് മണിക്ക് കുറച്ച് ഇ-കൊമേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങി. കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. നിങ്ങളും ഇവിടുത്തെ വെൽ നോൺ ബിസിനസ് ഫാമിലി ആണല്ലോ. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. Anyway, nice to meet you. Nice to meet you too. Thank you so much. Welcome. Bye. Bye. ഓക്കെ, നൈസ്. അപ്പൊ ബാലോടാ, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ ഫ്ലാറ്റുകളൊക്കെ ഒരേ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ. അതിനെന്താ പ്രയാസം? പിന്നെ അടുത്ത ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ. പിന്നെ വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കണം. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചാലാണുള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രോജക്റ്റ്. ഓക്കെ, ദെൻ സീ യു. ശരി ബാലോടാ, ബൈ. ഞാൻ കാരണം ഒറ്റയടിക്ക് 30 ഫ്ലാറ്റാ ബുക്കിംഗ് ആയത്. ഈ പ്രവാസി അസോസിയേഷനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. പിന്നൊരു കാര്യം, എന്താ? വേണ്ട, അല്ലെങ്കിൽ തന്നെ അളിയന് 100 ടെൻഷനാ. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. പറയാനല്ലേ പറഞ്ഞത്? അല്ല, അളിയനല്ലേ ഇവരെയൊക്കെ കൊണ്ടുവന്നതിന് അളിയൻ എങ്ങനെയാ കമ്മീഷൻ കൊടുക്ക? അഥവാ കൊടുത്താൽ തന്നെ അളിയൻ വാങ്ങുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? സത്യം, ഈ ടെൻഷൻ കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കമ്മീഷൻ തന്ന അളിയൻ വാങ്ങുമല്ലോ. ആ ടെൻഷൻ മാറി. കമ്മീഷൻ വാങ്ങാത്തൊരു മുതല്. എന്താ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പനെ ജീൻസിനാ പോവാ? അതല്ല, ഈ കട ഞാൻ നിന്റെ പേരിൽ തുടങ്ങാൻ പോവാ. നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അപ്പൻ എന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ താല്പര്യം കൊണ്ട് നോക്കണ്ടേ? എന്താ നിനക്കൊരു താല്പര്യ കുറവ്? ഇതെന്താ ന്യൂ ജനറേഷൻ അല്ലേ? പിന്നെ നിനക്കൊരു സഹായത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ടോണിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതല്ല, എന്റെ എക്സാംസ്, അതിന് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി മതി. വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് വന്നു. ബാക്കി പഠിത്തമൊക്കെ ഇവിടെ. എന്തേ? ഒന്നുമില്ല. ടോണിയേട്ടാ,
എന്തോ ഇവിടെ ഈ ലേഡീസ് ഐറ്റംസ് ഒന്നുമില്ലേ? ജെൻസ് മാത്രം മതി എന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്. ചാർജ് ഞാൻ പുറത്തു കൊണ്ട് വരും. അല്ല, ഈ ചെറിയ കുട്ടികളുടെ ഐറ്റംസ് എങ്കിലും വെക്കായിരുന്നു. അതെ, ഈ ചെറിയ കുട്ടികളുടെ കൂടെ ചെറിയ അമ്മമാരും കയറി വരും. അപ്പൊ നിന്റെ ബിസിനസ്സിലെ കോൺസെൻട്രേഷൻ പോകും. തൽക്കാലം ജെൻസ് മതി. മതി. ഹായ്. ഹായ്. ഡബിൾസ് കളിക്കാം. ഷുവർ. മിക്സഡ് ഡബിൾസ്. ഓക്കെ. ജോമോന് ടെന്നീസിൽ ആരെയാ ഇഷ്ടം? ടെന്നീസില് ആരെയാ കൂടുതൽ ഇഷ്ടം? ഒറ്റ സെക്കൻഡ്. ഓക്കെ. ഷോപ്പിൽ നിന്ന് എന്തൊരു മെസ്സേജ്. സോറി, ഇടയ്ക്ക് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ കയറി വരും. ഓ. ടെന്നീസിൽ എനിക്ക് മറിയ ഷറപ്പോവ, സാനിയ മിർസ, ബ്രിട്ടന്റെ ലോറ റോബ്സൺ, പിന്നെ റൊമേനിയയുടെ സൊറാന ക്രിസ്റ്റി, റഷ്യയുടെ മറിയ കെർലിങ്കോ, ഇവരൊക്കെ നല്ല. ഈ ടെന്നീസ് കളിക്കുന്ന സകല പെമ്പിള്ളേരും ശരിക്കും ഹോട്ടാട്ടോ. പക്ഷെ അവരാരെങ്കിലും എന്നെ ഇതുപോലെ ഒരു കാപ്പിക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഓഹോ. സത്യം. പക്ഷെ കാതറിന് ഇപ്പോൾ ഒരു കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് എത്ര ആലോചിച്ചോട്ട് പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ കാതറിന് വിഷമാവും. എന്താ? അല്ലെങ്കിൽ വേണ്ട, വിഷമാവും. ഹേയ് കമോൺ, എന്താന്ന് പറയൂ. വേണ്ട, പ്ലീസ് പറയൂന്നേ. വേറൊന്നുമല്ല, യു ആർ സോ സുന്ദരി. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടിക്ക് വിഷമാവും. സോറി, വെരി സോറി. ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞതല്ലേ, കാര്യമാക്കണ്ട. അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല. Hey.